മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ശിവസേനയുടെ പേരും ചിഹ്നവും സംബന്ധിച്ച തർക്കം. ആ തർക്കത്തിനൊടുവിൽ ഇപ്പോൾ ഉദ്ധവ് താക്കറെ പക്ഷം അപ്പീൽ നൽകിയിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ. അടിയന്തരവാദമെന്ന ആവശ്യം സുപ്രീം കോടതി അനുവദിച്ചില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിശദാംശങ്ങളുമായി ശ്രീലക്ഷ്മി ചേരുന്നു. ശ്രീലക്ഷ്മി, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ഉദ്ധവ് താക്കറെ പക്ഷവും ഏക്നാഥ് ഷിൻഡെ പക്ഷവും തമ്മിൽ ഈ ഒരു ശിവസേനയുടെ പേരും ചിഹ്നവും സംബന്ധിച്ച ചില തർക്കങ്ങൾ രൂക്ഷമായിരുന്നു. ഇതിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് കഴിഞ്ഞ ദിവസം ഈ ശിവസേനയുടെ ഈ ഔദ്യോഗിക ചിഹ്നവും പേരും ഷിൻഡെ വിഭാഗത്തിന് നൽകിയത്. ഇതിനെതിരെയാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകിയിരിക്കുന്നത്. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഭദ്ര, ശിവസേനയുടെ ഔദ്യോഗിക പാർട്ടി ചിഹ്നമായ അമ്പും വില്ലും ഷിൻഡെ പക്ഷത്തിന് നൽകിയതിനെതിരെയാണ് ഉദ്ധവ് പക്ഷം സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അപ്പീൽ സമർപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഈ കേസിൽ അടിയന്തരവാദം കേൾക്കില്ലെന്നും കേസ് ലിസ്റ്റ് ചെയ്യാമെന്നുമാണ് സുപ്രീം കോടതി അറിയിച്ചിരിക്കുന്നത്. ഈ നിയമ നടപടികളെല്ലാം തന്നെ ഉണ്ടാകും, പക്ഷെ സാവകാശമായിരിക്കും ഈ കേസിൽ വാദങ്ങളെല്ലാം കേൾക്കുക. അതേസമയം ഈ 1956 ബാൽ താക്കറെയാണ് ഈ ശിവസേനയുടെ സ്ഥാപനം നടത്തിയതെന്നും അന്ന് ആണ് ഈ പാർട്ടി ചിഹ്നം നൽകിയതെന്നും ഇത് തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നുമാണ് ഉദ്ധവ് താക്കറെ വിഭാഗം പറയുന്നത്. ഷിൻഡെ വിഭാഗവും ഒരു തടസ്സ ഹർജി സുപ്രീം കോടതിയിൽ നൽകിയിട്ടുണ്ട്. ഉദ്ധവ് താക്കറെ വിഭാഗം സുപ്രീം കോടതിയെ സമീപിക്കും എന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഷിൻഡെ വിഭാഗം തടസ്സ ഹർജി നൽകിയിരിക്കുന്നത്. താക്കറെയുടെ ഹർജി സംബന്ധിച്ച് എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതിന് മുമ്പ് തങ്ങൾക്ക് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കേൾക്കണം എന്നാണ് തടസ്സ ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതുകൂടാതെ ഇന്നിപ്പോൾ ഈ ഹർജി നൽകിയതിന് പിന്നാലെ ശിവസേന 12:30 താക്കറെ വിഭാഗത്തിൻ്റെ MLA-മാരുടെ ഒരു യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഇനി ഭാവി പരിപാടികളൊക്കെ എന്തായിരിക്കും എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളായിരിക്കും ഈ യോഗത്തിൽ ചർച്ച ചെയ്യുക. ശിവസേന എന്ന പേര് മാറ്റി, അതായത് ആ പേര് ഷിൻഡെ വിഭാഗത്തിന് നൽകിയതോടുകൂടി ഉദ്ധവ് താക്കറെ ശിവസേന ഉദ്ധവ് താക്കറെ എന്നൊരു രീതിയിലായിരിക്കും താക്കറെ വിഭാഗം മത്സരിക്കുക. അതും ഈ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ മാത്രമായിരിക്കും ഉദ്ധവ് താക്കറെ എന്ന ഇവർക്ക് താൽക്കാലികമായി നൽകിയിട്ടുള്ള പേരിൽ ഇവർക്ക് മത്സരിക്കാൻ സാധിക്കുക. അതിനുശേഷം പുതിയ പേര് എന്താണെന്ന് തീരുമാനിക്കേണ്ട ഒരു സാഹചര്യം കൂടിയാണ് വരുന്നത്. ശ്രീലക്ഷ്മി, ഈ ഒരു നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഈ ഔദ്യോഗിക നിയമം, അതായത് ഔദ്യോഗിക പേരും ഔദ്യോഗിക ചിഹ്നവും തങ്ങൾക്ക് ലഭിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് താക്കറെ പക്ഷം പോയത്. എന്നാൽ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. അടിയന്തരവാദം കേൾക്കാൻ സാധിക്കില്ല എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ഇപ്പോൾ ശ്രീലക്ഷ്മി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇന്ന് ഉച്ചയ്ക്ക് ഉദ്ധവ് പക്ഷം ഒരു യോഗം ചേരാനിരിക്കുകയാണ്. തീർച്ചയായും ഷിൻഡെ വിഭാഗത്തിനെതിരെ ശക്തമായ രീതിയിലുള്ള ഒരു പ്രതിഷേധ നടപടിയിലേക്കല്ലേ ഇനി പോകുന്നത്? തീർച്ചയായും ഭദ്ര, ശിവസേന ഉദ്ധവ് ബാൽ താക്കറെ എന്ന പേരാണ് ഈ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ ഉപയോഗിക്കാമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. ഒരു കത്തുന്ന തീപ്പന്തത്തിന്റെ ചിഹ്നമാണ് ഇവർക്ക് ഉപയോഗിക്കാൻ നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പുകളൊക്കെ വരാനിരിക്കുമ്പോൾ തന്നെ അതിനു മുന്നോടി തന്നെ തങ്ങളുടെ ചിഹ്നം തിരിച്ചു പിടിക്കണം എന്ന ഒരു ശ്രമത്തോടു കൂടിയാണ് താക്കറെ പക്ഷം മുന്നോട്ട് നീങ്ങുന്നത്. ഇന്ന് ചേരുന്ന യോഗത്തിൽ ഷിൻഡെ വിഭാഗത്തിനെതിരെയും ശക്തമായ ഒരു പ്രതിഷേധത്തിനുള്ള ഒരുക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതിന് മുന്നോടിയായി സൈബർ ഇടങ്ങളിൽ തന്നെ യുദ്ധം ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. ഈ ട്വിറ്ററിലടക്കം ശിവസേനയുടെ ഔദ്യോഗിക ട്വിറ്റർ പേജിൽ ഉൾപ്പെടെ പേര് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ശിവസേന എന്നൊരു പേര് മാറ്റിയിട്ട് ഉദ്ധവ് താക്കറെ ശിവസേന എന്ന രീതിയിലാണ് ആ പേര് നൽകിയിരിക്കുന്നത്. ഇതോടുകൂടി ഈ ട്വിറ്റർ പേജിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ബ്ലൂ ടിക്ക് വരെ ഒഴിവായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ശിവസേനയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലും ഇത്തരത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഔദ്യോഗിക വെബ്സൈറ്റ് ഇപ്പോൾ ലഭ്യമല്ല. അതിൽ ശിവസേന.in എന്ന വെബ്സൈറ്റാണ് ഇപ്പോൾ ലഭ്യമല്ലാത്തത്. ഇതിൻ്റെ ഉൾപ്പെടെ പേരുകളെല്ലാം മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇതേ തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് ചേരുന്ന യോഗത്തിൽ ഉൾപ്പെടെ കടുത്ത നിർണായക തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് കരുതുന്നത്. ഭദ്ര, ശരി, ഉദ്ധവ് താക്കറെ പക്ഷം ഇപ്പോൾ അപ്പീൽ നൽകിയിരിക്കുകയാണ്. എന്നാൽ അടിയന്തരമായ വാദം കേൾക്കുക എന്ന ആവശ്യം സുപ്രീം കോടതി തള്ളിയിരിക്കുന്നു. ഇതിനെ തുടർന്ന് ഇപ്പോൾ താക്കറെ പക്ഷത്തിൻ്റെ ഒരു യോഗം ചേരാനിരിക്കുകയാണ്. തീർച്ചയായും ഷിൻഡെ പക്ഷത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിരോധ നടപടികളിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ മനസ്സിലാക്കാനായി സാധിക്കുന്നത്. മാത്രമല്ല, ഇതിനോടകം തന്നെ
സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ താക്കറെ പക്ഷം പ്രതിരോധ നടപടികളുമായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. വിശദാംശങ്ങൾ നൽകിയത് ശ്രീലക്ഷ്മിയാണ്.